എല്ലാവർക്കും ഇമാനുവൽസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നിരന്തരം വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ കോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു, മെസ്സേജ് അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ വാട്സപ്പിൽ നമ്മൾ അത്ര സേഫ് അല്ല. വാട്സപ്പിലൂടെ തന്നെ വരുന്ന സ്കാമുകൾക്കും ചിലരൊക്കെ ഇരയായിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള വാട്സപ്പിലൂടെ വരുന്ന കുറച്ച് സ്കാമുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ഒരു സ്കാം എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ്. അത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു. അത് നിങ്ങളുടെ റിലേറ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ കസിനൊക്കെ ആയിരിക്കും എന്നാണ് അവർ പറയാൻ പോകുന്നത്. അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ പൊട്ടിപ്പോയി, കേടായിപ്പോയി, അതുകൊണ്ട് തന്നെ ഇത് അവരുടെ പുതിയ നമ്പറാണ്, ഇതൊന്ന് സേവ് ചെയ്ത് വെക്കണം എന്ന് അവർ ആദ്യമേ പറയും. പിന്നെ അവർ പറയുന്ന അവരുടെ ഫോൺ പൊട്ടിപ്പോയി, കേടായിപ്പോയി, ഇത് ശരിയാക്കാനായിട്ട് പറ്റില്ല, സോ പുതിയ ഫോൺ വാങ്ങാനുള്ള കാശ് ഒന്ന് തരാമോ എന്നായിരിക്കും അവർ ചോദിക്കുന്നത്. ചുമ്മാ ഒന്നുമല്ല, അവർ നിങ്ങളെ നന്നായിട്ട് തന്നെ പ്രഷർ ചെയ്യുന്നു തന്നെ ചോദിക്കും. സോ നിങ്ങൾ ആ ഒരു ട്രാപ്പിൽ വീഴുകയാണെങ്കിൽ നിങ്ങളപ്പോൾ തന്നെ കാശ് അയച്ചു കൊടുക്കും. സോ നിങ്ങളുടെ കാശ് പോവും. അടുത്തതാണ് ജോബ് ഓഫർ സ്കാം. ഇത് നടക്കുന്നത് ഒരു വെൽ നോൺ ആയിട്ടുള്ള കമ്പനിയിൽ നിന്നും റിക്രൂട്ടർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു. ആ റിക്രൂട്ടർ പറയുന്നു നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു ജോലി ചെയ്യുക, വളരെ ഹൈ സാലറി ഉള്ള ജോലിയാണ്, അതിന് അവർ നിങ്ങളെ ഹയർ ചെയ്യുന്നു എന്നൊക്കെ അവർ പറയും. ആ സമയത്ത് ഒബ്വിയസ്ലി നിങ്ങൾ ഹാപ്പി ആവും. ആൻഡ് അവർ വെരിഫിക്കേഷന് വേണ്ടി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ബാങ്കിങ് ഡീറ്റെയിൽസ്, അതുപോലെ ഗവൺമെൻറ് ഐ ഡി അതൊക്കെ ചോദിക്കും. ആൻഡ് ചിലരൊക്കെ ചെറിയൊരു പ്രോസസ്സിങ് ഫീയും കൂടെ ചോദിക്കും. അതായത് ഇപ്പോൾ ആ ഒരു പ്രോസസ്സിംഗ് ഫീ മേടിച്ചിട്ട് നിങ്ങളുടെ ഫസ്റ്റ് സാലറി തന്നെ നിങ്ങൾ റീഫണ്ട് ചെയ്യും എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. ചിലപ്പോൾ ഈ ഒരു പ്രോസസ്സിംഗ് ഫീ 10,000, 20,000, 30,000 അങ്ങനെയൊക്കെ ആയിരിക്കും. സോ ആ ഒരു പ്രോസസ്സിംഗ് ഫീ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ആ കാശ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാശ് പോകും. ആൻഡ് കാശ് പോകുമെന്ന് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ എല്ലാം അവരോട് ഷെയർ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഐഡന്റിറ്റി റിസ്കിലാവും. അടുത്ത സ്കാം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ വരെ, നിങ്ങളുടെ ഫ്രണ്ട്സ് വരെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു മെസ്സേജ് വരുന്ന ഒരു ലിങ്കിലായിരിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഐഫോൺ കിട്ടുന്നു, ഫ്രീ ആയിട്ട് സാധനങ്ങൾ കിട്ടുന്നു എന്നൊക്കെ ആയിരിക്കും അതിനകത്ത് പറയുന്നത്. നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു വെബ്സൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. അതിന് അവർ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഒക്കെ ചോദിക്കും. ഓക്കെ, ഇൻഫോർമേഷൻ എല്ലാം കൊടുത്തു, OTP എല്ലാം കൊടുത്തിട്ട് ക്ലെയിം യുവർ പ്രൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി പ്രൈസ് നിങ്ങൾക്ക് കിട്ടുകയില്ല. നിങ്ങളുടെ ഫോണിൽ ഒരു മാൽവെയർ ആണ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു മാൽവെയർ നിങ്ങളുടെ ഫോണിൽ കയറി കഴിഞ്ഞാൽ എന്താവും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കോൺടാക്ട്സ്, അക്കൗണ്ട്സിൻ്റെ എല്ലാം ആക്സസ് അവർക്ക് ലഭിക്കും. സോ ഇത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള സ്കാംസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഈ ഒരു സ്കാംസിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യവും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് വെരിഫിക്കേഷൻ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ നമ്പറിലോട്ട് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നന്നായിട്ട് തന്നെ വെരിഫൈ ചെയ്യുക. അയാളുടെ പഴയ നമ്പർ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് വിളിച്ച് നോക്കുക, പ്ലാറ്റ്ഫോം മാറ്റിയൊക്കെ വിളിച്ച് നോക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുക. അയാൾ നിങ്ങളുടെ റിലേറ്റീവ് ആണ് നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കാശ് കൊടുക്കുക. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ജോബ് ഓഫേഴ്സുമായി ബന്ധപ്പെട്ട മെസ്സേജസ് ഒക്കെ വരികയാണ് എങ്കിൽ നിങ്ങളൊരു എഫേർട്ടും വേണ്ട ആവശ്യമില്ല, വളരെ നല്ല സാലറി നിങ്ങൾക്ക് ലഭിക്കും, ഞങ്ങൾ നിങ്ങളെ ഹയർ ചെയ്യുകയാണ് എന്നൊക്കെ അവർ പറയും. അല്ലെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഐഫോൺ കിട്ടും എന്നൊക്കെ അവർ പറയും. പക്ഷേ അതൊന്നും ചെന്ന് ചാടാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ആ ഒരു മെസ്സേജ് എന്താ പറയുക, ടു ഗുഡ് ടു ബി ട്രൂ ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മെസ്സേജസ് കിട്ടി, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ബ്ലോക്ക് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പിനകത്തുള്ള അക്കൗണ്ട് സെറ്റിംഗ്സിൽ പോയിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആക്കിയിടുക. ഇത് ഓൺ ആക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, സപ്പോസ് ആ ഒരു സ്കാമർക്ക് നിങ്ങളുടെ വെരിഫിക്കേഷൻ കോഡൊക്കെ കിട്ടി എന്നുണ്ടെങ്കിൽ ആ ഒരു സ്കാമർക്ക് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആക്സസ് കിട്ടുകയില്ല ഒരു 6 ഡിജിറ്റ് പിൻ ഇല്ലാതെ. സോ ഒരു അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി എന്ന് നമുക്ക് തന്നെ വിളിക്കാം. സോ അത്രേ ഉള്ളൂ. ഇത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള സ്കാംസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. സോ ആരും ഈ ഒരു സ്കാംസിന് ഇരയാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.